ഹായ് ഫ്രണ്ട്സ്, ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ മലയാളം യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് PLC യെ കുറിച്ചാണ്. എന്താണ് PLC എന്ന് വെച്ച് കഴിഞ്ഞാൽ, PLC എന്ന് പറഞ്ഞാൽ PLC യുടെ ഫുൾ ഫോം വരുന്നത് പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളർ എന്നുള്ളതാണ്. അതായത് PLC എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയൽ പ്രോസസ് കൺട്രോളർ ആണ്. ഇൻഡസ്ട്രിയൽ പ്രോസസ്സുകളെ കൺട്രോൾ ചെയ്യുന്ന ഒരു കൺട്രോളറാണ് PLC. അപ്പോൾ PLC-യുടെ പ്രധാന 3 സെക്ഷനുകളാണ് വരുന്നത്: ഇൻപുട്ട്, ഔട്ട്പുട്ട്, അതേപോലെ CPU എന്നുള്ളത്. ഇനി PLC എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, PLC-യിലേക്ക് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ കഴിയും. PLC-യുടെ CPU-യിലേക്ക് നമ്മൾ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞിട്ട് ആ പ്രോഗ്രാമിനും ഈ വരുന്ന ഇൻപുട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസുകളുടെ സ്റ്റാറ്റസിനും അനുസരിച്ചിട്ട് നമുക്ക് ആ എഴുതിയ പ്രോഗ്രാമിനും ഇൻപുട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസുകളുടെ സ്റ്റാറ്റസിനും അനുസരിച്ചിട്ട് നമുക്ക് PLC ഔട്ട്പുട്ട് തരും. അപ്പോൾ നമ്മളുടെ ഇൻപുട്ടിനും ഈ പ്രോഗ്രാമിനനുസരിച്ചിട്ട് നമുക്ക് PLC ഔട്ട്പുട്ട് തരുന്നത് കൊണ്ട് നമുക്ക് എപ്പോഴൊക്കെയാണോ ഔട്ട്പുട്ട് ഓൺ ആകേണ്ടത് ആ സമയം അതിനനുസരിച്ചിട്ട് നമുക്ക് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോസസ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. അങ്ങനെ ഇൻഡസ്ട്രിയൽ പ്രോസസ്സുകൾ ഓട്ടോമേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കൺട്രോളറാണ് PLC. ഇനി ഇത് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഉദാഹരണം എടുക്കാം. ഒരു സ്വിച്ചും ഒരു ബൾബും ഉണ്ട്. ആ സ്വിച്ച് ഓൺ ആകുന്ന സമയത്ത് ബൾബ് കത്തണമെന്നുണ്ട് ഒരു ആപ്ലിക്കേഷനാണ് നമുക്കുള്ളത് എന്നുണ്ടെങ്കിൽ, നമ്മൾ PLC-യുടെ ഇൻപുട്ടിലേക്ക് നമ്മൾ ഈ സ്വിച്ച് കണക്ട് ചെയ്ത് കൊടുക്കുകയും PLC-യുടെ ഔട്ട്പുട്ടിൽ നിന്ന് നമ്മൾ ബൾബ് കണക്ട് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് PLC-യിലോട്ട് പ്രോഗ്രാം ചെയ്യും. ഈ സ്വിച്ച് ഓൺ ആകുന്ന സമയത്ത് ബൾബ് കത്തണം എന്നുള്ള രീതിയിൽ നമ്മൾ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ ഈ PLC-യുടെ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് ഈ സ്വിച്ച് ഓൺ ആവുകയാണെന്നുണ്ടെങ്കിൽ ബൾബ് കത്തുകയും സ്വിച്ച് ഓഫ് ആവുകയാണെന്നുണ്ടെങ്കിൽ ബൾബ് ഓഫ് ആവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഒരു PLC വർക്ക് ചെയ്യുന്നത്. ഇനി ഇപ്പോൾ നമ്മൾ എടുത്ത കേസിൽ ഡിജിറ്റൽ ഇൻപുട്ട്, ഡിജിറ്റൽ ഔട്ട്പുട്ട് മാത്രമേ ഉള്ളൂ. അതായത് ഓണ്, ഓഫ് എന്നുള്ള കണ്ടീഷൻ മാത്രമേ. ഡിജിറ്റൽ സ്വിച്ച് ആണെന്നുണ്ടെങ്കിൽ അതിന് ഓൺ അല്ലെങ്കിൽ ഓഫ് എന്നുള്ള കണ്ടീഷനും, ബൾബ് ആണെങ്കിലും അതിന് ഓൺ എന്നല്ലെങ്കിൽ ഓഫ് എന്നുള്ള കണ്ടീഷനും മാത്രമേ ഉള്ളൂ. PLC-യിൽ അതുപോലെ വരുന്ന ഡിഫറെന്റ് കാര്യങ്ങളാണ്. അതിൽ ടൈമർ ഉണ്ടാവും, കൗണ്ടർ ഉണ്ടാവും, അതുപോലെ ഡിഫറെന്റ് കമ്പാരിസൺ ഓപ്പറേഷന്, അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം PLC-യിൽ ഉണ്ടാവും. പിന്നെ ഡിജിറ്റൽ ഇൻപുട്ടും ഡിജിറ്റൽ ഔട്ട്പുട്ടും അല്ലാതെ അനലോഗ് ഇൻപുട്ടും അനലോഗ് ഔട്ട്പുട്ടും ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്കൊരു അടുത്തൊരു സിമ്പിൾ എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഒരു 2-3 ലിക്വിഡ് ഒരു വലിയൊരു ടാങ്കിൽ എടുത്തിട്ട് അത് പ്രോപ്പറായിട്ട് മിക്സ് ചെയ്ത് നമ്മളത് ഒരു ഓരോരോ ബോട്ടിലേക്കാക്കി ഫില്ല് ചെയ്ത് എടുക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് എന്ന് കരുതുക. അപ്പോൾ അതിൽ നമ്മൾ ഒന്നാമത്തെ ലിക്വിഡ് ടാങ്കിലേക്ക് വന്ന് രണ്ടാമത്തെ ലിക്വിഡ് ടാങ്കിലേക്ക് വന്ന് മൂന്നാമത്തെ ലിക്വിഡ് ടാങ്കിലേക്ക് വന്ന് അത് മിക്സ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന്റെ ഇടയിൽ നമുക്ക് ഒന്നാമത്തെ ലിക്വിഡ് ടാങ്കിലേക്ക് വന്ന് ഇത്ര ലെവലാവുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യുകയും പിന്നെ രണ്ടാമത്തെ ലിക്വിഡ് വരികയും ചെയ്യണം എന്നുള്ള ഒരു രീതിയിൽ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നാമത്തെ ആ ഒരു ലെവൽ എന്നുള്ളത്, ഒന്നാമത്തെ ലിക്വിഡിന്റെ ഇത്ര ലെവൽ എന്നുള്ളത് ഇവിടെ ഒരു അനലോഗ് ഇൻപുട്ടാണ്. അതാണ് അനലോഗ് ഇൻപുട്ടിന്റെ ഒരു എക്സാമ്പിൾ. അപ്പോൾ ഒന്നാമത്തെ ലിക്വിഡ് കഴിഞ്ഞ് ഇത്ര ലെവല്, ഒന്നാമത്തെ ലിക്വിഡ് വന്ന് ഇത്ര ലെവലാവുമ്പോൾ രണ്ടാമത്തെ ലിക്വിഡ് വന്ന്, അത് കഴിഞ്ഞ് രണ്ടാമത്തെ ലിക്വിഡ് വന്ന് ഇത്ര ലെവലാവുമ്പോൾ മൂന്നാമത്തെ ലിക്വിഡും വന്നിട്ട് അതിനുശേഷം മൂന്നാമത്തെ ലിക്വിഡും ഇത്ര ലെവലാവുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇത്ര ടൈമിൽ നേരത്തേക്ക് നമുക്കത് മിക്സ് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് അതിന് PLC-യിൽ ടൈമർ ഉണ്ട്. അപ്പോൾ PLC-യിലെ ടൈമർ ഉപയോഗിച്ച് നമുക്ക് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് എത്ര ടൈമിലാണോ നമ്മൾ പ്രീസെറ്റ് ചെയ്തത്, എത്ര ടൈമിലാണോ ആ നേരത്തേക്ക് അത് മിക്സ് ആക്കിയിട്ട് അത് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇനി ഇതിന്റെ ഈ മിക്സ് ചെയ്ത ലിക്വിഡ് ഇനി ബോട്ടിലേക്ക് ഫില്ല് ചെയ്യുന്ന സമയത്ത് ആ ബോട്ടിലേക്ക് എടുക്കുന്ന ആ വാൾവിന്റെ എത്ര പെർസെൻറ്റേജ് ഓപ്പൺ ആക്കി വെക്കണം എന്നുള്ളത് നമുക്കൊരു അനലോഗ് ഔട്ട്പുട്ടിന് എക്സാമ്പിൾ ആക്കി എടുക്കാം. അതായത് എത്ര പെർസെൻറ്റേജ്, ഇപ്പം 20% ആ വാൾവ് ഓപ്പൺ ആക്കി വെക്കണം ലിക്വിഡ് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു 40% ഓപ്പൺ ആക്കി വെക്കണം എന്നുള്ളത് നമുക്കൊരു അനലോഗ് ഔട്ട്പുട്ടിന് എക്സാമ്പിൾ ആക്കി എടുക്കാം. അങ്ങനെയുള്ള അനലോഗ് ഇൻപുട്ടും അനലോഗ് ഔട്ട്പുട്ടും പിന്നെ അതുപോലെ
ഈ ബോട്ടിലുകൾ എത്ര ബോട്ടിലുകൾ നമ്മൾ ഇങ്ങനെ ഫില്ല് ചെയ്തു എന്നുള്ളത് നമുക്ക് PLC-യിലെ കൗണ്ടർ ഉപയോഗിച്ച് നമുക്ക് അത് കൗണ്ട് ചെയ്തെടുക്കാനാവും. അങ്ങനെ നമുക്ക് ഇങ്ങനെ ഈ ഇൻഡസ്ട്രിയൽ പ്രോസസ്സുകളെ കൺട്രോൾ ചെയ്യുകയും ഓട്ടോമേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് PLC, അല്ലെങ്കിൽ ആ കൺട്രോളർ ആണ് PLC എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് PLC ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനിൽ വർക്ക് ചെയ്യുന്നത്. ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനിലെ PLC-യുടെ വർക്കിംഗ് ഇങ്ങനെയാണ്. ഇനി PLC-യുടെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ PLC അതിന്റെ പ്രോസസ്സ് എല്ലാം ചെയ്യുന്നത് ആ പ്രോഗ്രാമിന് അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് നമ്മളെ പ്രോസസ്സിൽ വരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ റിലേ ലോജിക്കും കൗണ്ടറും ടൈമറും ഒക്കെ വെച്ചിട്ടാണ് റിലേ ലോജിക്കും കൗണ്ടറും ടൈമറും ഒക്കെ വെച്ചിട്ടാണ് ഹാർഡ്വെയർ ടൈമറും ഹാർഡ്വെയർ കൗണ്ടറും എല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ ഈ ആപ്ലിക്കേഷന്റെ കൺട്രോൾ പാനൽ ഉണ്ടാക്കിയത് എന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ആ കൺട്രോൾ പാനലിൽ നമുക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ വയറിംഗിൽ മാറ്റം വരുത്തിയിട്ടേ അത് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ റിലേ ലോജിക്കിലാവുമ്പോൾ. എന്നാൽ PLC ലോജിക്കിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ എഴുതിയ പ്രോഗ്രാം നമുക്ക് മാറ്റം വരുത്തിയിട്ട് നമുക്ക് ആ പ്രോസസ്സ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പൊ അത് എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് PLC വെച്ച് ചെയ്യുമ്പോൾ. അപ്പൊ അതാണ് ഒരു അഡ്വാൻറ്റേജ്. പിന്നെ അടുത്തൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് PLC ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഹാർഡ്വെയർ കൗണ്ടറും ഹാർഡ്വെയർ ടൈമറും ഒന്നും ആവശ്യമില്ല. അതൊക്കെ PLC-യുടെ പ്രോഗ്രാം ലോജിക്കിലുണ്ട്. അപ്പോൾ നമുക്ക് ആ കൺട്രോൾ പാനലിന്റെ സൈസ് പരമാവധി കുറക്കാൻ കഴിയും PLC ഉപയോഗിച്ച് ചെയ്യുമ്പോൾ. അങ്ങനെ പിന്നെ എന്തെങ്കിലും ഒരു ട്രബിൾ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രോഗ്രാം എടുത്ത് നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ പ്രോഗ്രാം എടുത്ത് നോക്കിയിട്ട് അതിന്റെ ഇൻപുട്ട് കിട്ടുന്നുണ്ടോ ഔട്ട്പുട്ട് പോകുന്നില്ലേ എന്നുള്ളതെല്ലാം നമുക്ക് ആ പ്രോഗ്രാമിന്റെ സ്റ്റാറ്റസ് നോക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് ട്രബിൾ ഷൂട്ട് ചെയ്യാവുന്നതാണ്. ഈവൻ ഒരു പക്ഷേ നമുക്ക് ഫീൽഡിൽ പോയി നോക്കാതെ പോലും നമുക്ക് ഈ പ്രോഗ്രാമിന്റെ സ്റ്റാറ്റസ് അനുസരിച്ചിട്ട് നമുക്ക് ഇതിന്റെ ട്രബിൾ ഷൂട്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ അതൊക്കെയാണ് PLC-യുടെ അഡ്വാൻറ്റേജ് വരുന്നത്. ഇനി അപ്പോ ഇങ്ങനെയാണ് PLC ഒരു ഇൻഡസ്ട്രിയൽ ഇപ്പോ ഒരു ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ സിസ്റ്റത്തിൽ PLC എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് ഡിഫറെന്റ് ബ്രാൻഡിലുള്ള PLC-യുടെ 2-3 PLC നമ്മളെ കയ്യിലുണ്ട്. അതിന്റെ ആ റിയൽ PLC നമുക്കൊന്ന് നോക്കാം. ഡെൽറ്റ ബ്രാൻഡിൽ വരുന്ന DVP14SS2 എന്ന് എന്ന മോഡൽ PLC ആണിത്. ഇതിന്റെ ഇൻപുട്ട് ടെർമിനലുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതുപോലെ അതിന്റെ സ്റ്റാറ്റസ് അവിടെ തന്നെ കാണിച്ചിട്ടുണ്ട്. ഇതിന്റെ ഔട്ട്പുട്ട് ടെർമിനലുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതുപോലെ അതിന്റെ സ്റ്റാറ്റസും അവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ പവർ സപ്ലൈ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതും, അതേപോലെ റൺ മോഡിലാണോ, ഇറർ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം, ഫോൾട്ടോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം അതിന്റെ സ്റ്റാറ്റസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ആ LED അതിനനുസരിച്ചിട്ട് ഓൺ ആകും. അതുപോലെ ഇത് പ്രോഗ്രാം റൺ മോഡിൽ ഇടണോ അല്ലെങ്കിൽ സ്റ്റോപ്പ് മോഡിൽ ഇടണോ, PLC സ്റ്റോപ്പ് മോഡിൽ ഇടണോ എന്നുള്ളതിനുള്ള ബട്ടണാണ് ഈ കാണിച്ചത്. അതുപോലെ ഇത് ഈ ബ്ലാക്ക് വരുന്നത് RS-232 പോർട്ടാണ്. ഇത് പ്രോഗ്രാം ഡൗൺലോഡ് ചെയ്യാനും PLC-യിൽ നിന്നും പ്രോഗ്രാം അപ്ലോഡ് ചെയ്യാനും ഉള്ള പോർട്ടാണ്. അതുപോലെ തന്നെ HMI കണക്ട് ചെയ്യാനും എല്ലാം ഈ പോർട്ട് കൊണ്ട് പറ്റും. അതുപോലെ ഇതിലേക്ക് പവർ സപ്ലൈ കൊടുക്കാനുള്ള പോർട്ടാണ് ഇത്. പവർ സപ്ലൈ കൊടുക്കാനുള്ള ടെർമിനലാണ് ഈ കാണിച്ചിരിക്കുന്ന വൈറ്റിലുള്ളത്. അതേപോലെ ഇത് RS-485 പോർട്ടാണ്. ഇത് സീമെൻസിന്റെ S7-1200 അല്ലെങ്കിൽ 1200 എന്ന PLC ആണ്. ഇതിലും അതുപോലെ തന്നെ ഇതിന്റെ റൺ ഇൻഡിക്കേഷനും സ്റ്റോപ്പ് ഇൻഡിക്കേഷനും പിന്നെ ഇറർ ഫാൾട്ടോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉള്ളതിന്റെ ഇൻഡിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ കമ്മ്യൂണിക്കേഷൻ പോർട്ട് വരുന്നത് ഇഥർനെറ്റ് പോർട്ടാണ് വരുന്നത്. VLC-യിലേക്ക് പ്രോഗ്രാം ഡൗൺലോഡ് ചെയ്യാനും അതുപോലെ HMI ആയിട്ട് കണക്ട് ചെയ്യാനും ഉള്ള പോർട്ട് വരുന്നത് ഇഥർനെറ്റ് പോർട്ടാണ് വരുന്നത്. പിന്നെ ഇതിന്റെ ഇൻപുട്ട് സ്റ്റാറ്റസ് ആണിത്, ഔട്ട്പുട്ട് സ്റ്റാറ്റസ് ആണിത്. ഇതിൽ 6 ഇൻപുട്ടും 4 ഔട്ട്പുട്ടും ആണ്, ഡിജിറ്റൽ ഔട്ട്പുട്ടും ആണുള്ളത്. ഇത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ കഴിയൂല, ഇൻപുട്ട് ഔട്ട്പുട്ട് എക്സ്പാൻഡ് ചെയ്യാൻ കഴിയൂല ഇതിൽ നമുക്ക്. അതേപോലെ ഇതിന്റെ 24 വോൾട്ട് DC സപ്ലൈ കൊടുക്കാനുള്ള ടെർമിനലാണ് ഈ കാണിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ
ഇൻപുട്ടിലേക്ക് സപ്ലൈ കൊടുക്കാനുള്ളതും അതിനുള്ള കൊടുക്കാനുള്ള ടെർമിനലും അതുപോലെ ഇൻപുട്ട് ടെർമിനലുമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് അതിന്റെ ടെർമിനൽ കൊടുക്കാവുന്നതാണ്. അതുപോലെ ഇതിൽ 2 അനലോഗ് ഇൻപുട്ട് വരുന്നുണ്ട്. അനലോഗ് ഇൻപുട്ട് അതിന്റെ ടെർമിനലാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് അതും കൊടുക്കാവുന്നതാണ്. ഇനി ഇതിന്റെ ഡിജിറ്റൽ ഔട്ട്പുട്ട് കാണിച്ചിരിക്കുന്ന ഔട്ട്പുട്ട് ടെർമിനലുകളാണ് ഈ കാണുന്നത്. ഇതിന്റെ ഡിജിറ്റൽ ഔട്ട്പുട്ട് ടെർമിനൽ നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഇവിടെ കണക്ഷൻ കൊടുക്കാവുന്നതാണ്. ഇനി ഇത് അലൻ ബ്രാഡ്ലി ബ്രാൻഡിലുള്ള മൈക്രോലോജിക്സ് 1400 സീരീസിലുള്ള ഒരു PLC ആണ്. അതിന്റെ മോഡൽ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലും അതുപോലെ ഇതിന്റെ പവർ സ്റ്റാറ്റസും റൺ മോഡിലാണോ ഉള്ളത്, അതേപോലെ എന്തെങ്കിലും ഫോൾട്ടോ ഇററോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതിന്റെ സ്റ്റാറ്റസ് അവിടെ ഉണ്ട്. സ്റ്റാറ്റസ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഇൻപുട്ട് ടെർമിനലുകളാണ് ഇത് ഇതിന്റെ ഔട്ട്പുട്ട് ടെർമിനലുകളാണ്. അതുപോലെ ഇവിടെ ഇതിന്റെ സപ്ലൈ കൊടുക്കാനുള്ള ടെർമിനൽ ഇവിടെ തന്നെയാണ്. ഇത് നമുക്ക് ഊരി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ VAC ലൈൻ 1, VAC ലൈൻ 2 ഓർ ന്യൂട്രൽ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് 100 മുതൽ 230 വോൾട്ട് AC വരെ കൊടുക്കാവുന്നതാണ് സപ്ലൈ ആയിട്ട്. പിന്നെ അതിന്റെ ഡിജിറ്റൽ ഔട്ട്പുട്ട് ടെർമിനലും അതിന്റെ കോമൺ ടെർമിനലും എല്ലാം ഉള്ള കൊടുത്ത ടെർമിനലുകളാണിത്. അതുപോലെ ഇതിന്റെ ഇൻപുട്ട് ടെർമിനലുകൾ കൊടുക്കാനുള്ളതാണിത്. ഇൻപുട്ട് ടെർമിനലുകളാണിത്. ഇതിന്റെ ഇൻപുട്ട് ടെർമിനലുകളും അതിന്റെ കോമൺ ടെർമിനലുകളെല്ലാം ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലതെല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് നമുക്ക് ആവശ്യമുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് എക്സ്പാൻഡ് ചെയ്യാനുള്ള പോർട്ടാണിത്. ഇതിൽ നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് എക്സ്പാൻഡ് ചെയ്യാൻ കഴിയുന്ന PLC ആണ്. അപ്പോൾ അതിനു വേണ്ടി ഇപ്പോൾ ഇത് നമ്മളെ കയ്യിലുള്ള ഒരു ഡിജിറ്റൽ ഔട്ട്പുട്ട് മൊഡ്യൂളാണ്. ഇത് 16 ഔട്ട്പുട്ടുള്ള ഒരു ഡിജിറ്റൽ ഔട്ട്പുട്ട് മൊഡ്യൂളാണ്. ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ടുകൾ എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. ഇത് അതേപോലെ നമുക്ക് ഇതിന്റെ ഇനിയും അടുത്ത മൊഡ്യൂൾ ഇവിടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഇത് ആഡ് ചെയ്യാവുന്നതാണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് മൊഡ്യൂളുകൾ ആഡ് ചെയ്യാവുന്നതാണ്. ഇതൊരു ഡിജിറ്റൽ ഇൻപുട്ട് ഔട്ട്പുട്ട് മൊഡ്യൂളാണ്. ഇതിൽ 8 ഇൻപുട്ടും 6 ഡിജിറ്റൽ ഔട്ട്പുട്ടും ഉള്ള ഒരു റിലേ ടൈപ്പ് ഔട്ട്പുട്ട് ഉള്ള ഒരു മൊഡ്യൂളാണ്. ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഇൻപുട്ടും ഔട്ട്പുട്ടും ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് PLC വർക്ക് ചെയ്യുന്നത് എന്നുള്ളതും PLCയുടെ കുറിച്ചൊരു ബേസിക് ഐഡിയ എല്ലാവർക്കും കിട്ടിയെന്ന് കരുതുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ മുതൽ PLCയുടെ പ്രോഗ്രാമിങ്ങുമായിട്ട് കാണാം. ഓക്കെ, ബൈ.